നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നല്ലൊരു കർമ്മം നടക്കുന്ന നേരത്ത് നിനക്കതിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയല്ലോ. എനിക്കതില് വലിയ വിഷമമുണ്ട് മോനെ. പാർവതി സങ്കടത്തില്. പക്ഷേ സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യമേ? എല്ലാം ദൈവ നിശ്ചയം. പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യേണ്ടത് പാർവതിയാണെന്ന് നേരത്തെ തന്നെ ദൈവം എഴുതി വെച്ചിട്ടുണ്ടാവും. ദൈവത്തിന്റെ ആ തീരുമാനത്തെ നമുക്കാർക്കെങ്കിലും തിരുത്താൻ സാധിക്കും? പ്ലാന്റ് അവൾ ഉദ്ഘാടനം ചെയ്യട്ടെ. അവൾ ഉദ്ഘാടനം ചെയ്യുന്നതല്ലേ അതിന്റെ ഒരു ഐശ്വര്യം. അതെ, അതിലെന്താ സംശയം? ഗായത്രിക്ക് തുല്യം തന്നെയാ പാർവതി. അതുകൊണ്ട് പാർവതി തന്നെ വേണം പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യാൻ. പക്ഷേ അവൾക്കൊപ്പം നീ കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഐശ്വര്യം ഇരട്ടിച്ചേനെ. അച്ഛമ്മേ, പാർവതി എന്നും എന്റെ തണലിൽ നിന്നാ മതിയോ? ഓഫീസ് കാര്യങ്ങളും ഫാക്ടറിയുടെ കാര്യങ്ങളും പാർവതി തനിയെ കൈകാര്യം ചെയ്യാൻ ശീലിക്കട്ടെ. അതിനൊരു തുടക്കമായിക്കോട്ടെ ഈ ഉദ്ഘാടനം. അത് നീ പറഞ്ഞത് ശരിയാ. സ്വന്തം നിലയ്ക്ക് കമ്പനിയെ നയിക്കാൻ അവക്കും സാധിക്കണം. പാർവതി റെഡിയായി എത്തിയില്ലല്ലോ മോനെ. വാ മോളെ. അച്ഛമ്മ എന്നെ അനുഗ്രഹിക്കണം. നന്നായി വരും മോളെ. പാർവതി, ഇതിനുള്ളിൽ പണമാണ്. ഇതുപോലെയുള്ള ഉദ്ഘാടന ദിവസങ്ങളിൽ അമ്മ സ്വന്തം കൈകൊണ്ട് നമ്മുടെ തൊഴിലാളികൾക്ക് പണം സമ്മാനിക്കുമായിരുന്നു. ആ പതിവ് തെറ്റിക്കണ്ട. അമ്മ ചെയ്തിരുന്നത് പോലെ നീയും തൊഴിലാളികൾക്ക് പണം സമ്മാനിക്കണം. അതിനുള്ള ക്യാഷ് ഈ പെട്ടിക്കകത്ത് നിന്നും നിനക്കെടുക്കാം. ശരി വിശാൽ സർ, ദൈവമ്മ ചെയ്തതുപോലെ ഞാൻ ചെയ്തോളാം. കാല് സുഖമില്ലാത്ത കാരണം എനിക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വരാതിരിക്കുന്നത്. ശരിക്കും എനിക്ക് വരണമെന്നുണ്ടായിരുന്നു. സാരമില്ല. എന്റെ വിഷമങ്ങളൊന്നും ഓർക്കാതെ പാർവതി സന്തോഷപൂർവ്വം പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യണം. ഇക്കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. വിശാൽ, നീ ഒരു ടെൻഷൻ ആവണ്ട. പാർവതിക്കൊപ്പം ഞങ്ങളുണ്ട്. എന്തെങ്കിലും കാര്യത്തില് പാർവതിക്ക് വല്ല പരിചയക്കുറവുണ്ടെങ്കിൽ അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം. പാർവതിയെ ശരിക്കും നോക്കിക്കോണം. അത് ഞങ്ങൾ ഏറ്റു വിശാലേ. ഇന്നിവളെ ഉയരോടെ മുകളിലേക്ക് കെട്ടിയെടുക്കും. അതിനൊരു വീഴ്ച വരാതെ ഞങ്ങൾ നോക്കുന്നുണ്ട് വിശാലേ. നിങ്ങളെല്ലാവരും ഇറങ്ങിയോ? ഞങ്ങൾ ഇറങ്ങുക ഗാർഗി. നിക്ക് നിക്ക് നിക്ക്, ഞാനും കൂടി വരാം. ഞാൻ ഒന്ന് റെഡി ആയിക്കോട്ടെ. വേണ്ട വേണ്ട. അതെന്താ അമ്മ ഞാൻ വരണ്ടെന്ന് പറഞ്ഞേ? ഗാർഗി, ഉദ്ഘാടനത്തിനുള്ള മുഹൂർത്തം അടുത്തു. നീ ഇനി റെഡിയായി വരുമ്പോഴേക്കും സമയം പോകും. മുഹൂർത്തം തെറ്റും. നീ ഇവിടെ നിന്നാ മതി. വിശാലിന് സുഖമില്ലാതിരിക്കല്ലേ? നീ ഇവിടെ ഉണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഒരു സഹായം ആവുമല്ലോ. ഞങ്ങൾ പോയിട്ട് വരാം. ജാസ്മിൻ വരും. വിശാൽ സർ, പോയിട്ട് വരാം. ഓൾ ദി ബെസ്റ്റ്. അച്ഛമ്മ, പോയിട്ട് വരാം. ഗാർഗി, മോളെ, നീ ആദ്യം ചടങ്ങ് നിർവഹിക്കുക.
ഇയാളാരാ? ഇയാളെന്തിനാ പാർവതിയെ കൊല്ലാൻ ശ്രമിച്ചത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.